അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പലരും എപ്പോഴും കോപം വരുന്ന ആൾക്കാരാണല്ലേ, അതായത് മുൻകോപമുള്ളവരെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എപ്പോഴും എന്ത് കാര്യം ഉണ്ടാകുമ്പോഴും ചൂടാവുക, ദേഷ്യപ്പെടുക, അതായത് ചെറിയ എന്തെങ്കിലും നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ സമയം സന്ദർഭമൊന്നും നോക്കാതെ ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ നമ്മുടെ കോപം നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ. ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്രമല്ല, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലും മറ്റുള്ള നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൂടി ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും എന്താണ് ആ ഒരു ഫോർമുല എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിങ്ങനെ എപ്പോഴും കോപം വരുന്ന മുൻകോപമുള്ള മുൻചുണ്ടിക്കാരായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപം വരുന്ന സമയത്ത് നമ്മൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയാം. അതായത് നമുക്ക് കോപം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഈ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയുന്നത് നമ്മൾ ഷെയ്ത്വാനിൽ നിന്ന് കാവൽ തേടുകയാണല്ലോ. ഈ ഷെയ്ത്വാൻ കാരണമാണ് നമുക്ക് ഈ ഒരു പറയുന്ന ദേഷ്യം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോപം ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല, എപ്പോഴും ഈ ഒരു ഷെയ്ത്വാനിൽ നിന്ന് നമ്മൾ കാവൽ തേടിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഷെയ്ത്വാൻ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. അപ്പോൾ തന്നെ നമുക്ക് ദേഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് പിന്നെ ദേഷ്യം വരാതെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. നന്നായിട്ട് തന്നെ അള്ളാഹുവിനോട് ഈ ഒരു ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കട്ടെ. ഇത് ഞാൻ ഷെയ്ത്വാനിൽ നിന്ന് അള്ളാഹു കാവൽ തേടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിനോട് നമ്മളൊരു പ്രാർത്ഥന രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത്. പ്രാർത്ഥന രൂപത്തിൽ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, നമ്മുടെ മുൻകോപവും ദേഷ്യമൊക്കെ മാറും ഇൻഷാ അല്ലാ. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് കാണണം. അപ്പോൾ ഒരുപാട് പേരുടെ മുമ്പിലേക്ക് വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സും അനുഗ്രഹങ്ങളൊക്കെ പ്രദാനം ചെയ്യട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.